ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ നോക്കി കാണുന്ന വ്യൂ ആണ് കേട്ടോ. നമ്മളിന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇളച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി കാലിക്കറ്റ് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് 2-3 മണിക്കൂറുണ്ട് അവളുടെ വീട്ടിലേക്ക്. വണ്ടിയിൽ നിന്നുള്ള ചെറിയൊരു ക്ലിപ്പാണ്. മക്കളിങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. വണ്ടിയിലായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി കളിക്കണം ഇന്ന്. കുറച്ച് കഴിഞ്ഞാൽ തന്നെ 2 പേരും ഉറങ്ങിയിട്ടുണ്ട് മക്കൾ. അത് കഴിഞ്ഞ് നീറ്റ് വല്യപ്പാനെ കുറച്ച് ഡ്രൈവിങ്ങിൽ കുറച്ച് ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ഓനിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത് വല്യപ്പക്ക് വലിയ ശല്യമാണ്. അത് കഴിഞ്ഞ് അവളെ കുട്ടി വരുന്ന വഴി ഞങ്ങൾ ലുലു മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്ന ടൈമാണ്. ഞങ്ങൾ പോയ ടൈം സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയ സമയത്തുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ മക്കളെ കൊണ്ടൊക്കെ പോവാൻ രസമാണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമാണ് അവിടെ. പക്ഷേ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതത്രയും ആൾക്കാർ അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. നിന്ന് കൊടുത്താൽ പിന്നെ ഓരോ സാധനങ്ങൾ കുട്ടികൾ കാണുമ്പോഴാണ് അവർക്ക് അവിടെ നിന്ന് പ്രശ്നം വരിക. അത് നമുക്ക് ഭയങ്കര പ്രശ്നമായിക്കാരോ. ആൾക്കാരുടെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കിടന്നിട്ടൊക്കെ കരയും. പിന്നെ ഓരോ സാധനം കാണുമ്പോൾ അത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടീൻ്റെ അടുത്ത് നിന്ന് അവനെ കിട്ടാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന്. അവൻ്റെ വലിപ്പുള്ളത് കാരണം പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടുവന്ന്. ഞങ്ങളൊന്ന് വിളിച്ചാൽ വരില്ല. എത്ര പറഞ്ഞിട്ടും എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടാ. പക്ഷെ അവനക്ക് ഒരു വാശി, അത് അതിൻ്റെ അടുത്ത് നിന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുത്താൽ അത് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എപ്പോൾ എന്ത് വാശി പിടിച്ചാലും അത് അപ്പം തന്നെ നമ്മൾ നടത്തി കൊടുത്താൽ പിന്നെ അവർക്ക് മനസ്സിലാവും വാശി പിടിച്ചാൽ ഈ സാധനം കിട്ടും എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലത്തെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ബോയ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ്. അല്ല, ഒരുപാടൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഏതായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. മക്കളാണെങ്കിൽ ഓരോ സാധനം എടുത്തിട്ട് ഓരോ സാധനം കാണുമ്പോൾ ഇതിനും പോയിട്ട് ഇങ്ങനെ തൊട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ ഓരോ ആൾക്കാർ കാണുമ്പോഴും അവരോട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ നല്ല ഓഫറുണ്ട്. ഡ്രസ്സിനൊക്കെ നല്ല ഓഫറുണ്ട്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനിൽ പോയാൽ അവിടെ നല്ല ഓഫറുണ്ട്. ഓഫേഴ്സ് നടക്കുന്ന ടൈമാണ്. ഒന്ന് വണ്ടിയൊക്കെ ഉള്ളവർ പോയാൽ തന്നെ നല്ല കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരാം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മക്കൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ചൊന്ന് ഷൈൻ ചെയ്യുകയാണ്. കുറച്ചൊക്കെ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാണ്. അവിടെ ആണെങ്കിലോ അവിടെ ഭയങ്കര ബില്ലിന് വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ സാധനങ്ങളൊക്കെ എടുക്കാനും ഓഫേഴ്സ് നോക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ബില്ലിൻ്റെ സെക്ഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഇളച്ചി അവിടെ നിന്നിട്ടൊക്കെയാണ് ബില്ല് ചെയ്തത്. കാരണം എല്ലാവർക്കും കൂടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വയ്യ. മക്കളാണെങ്കിൽ ഓരോരോ സാധനം കാണുമ്പോൾ അത് പിടിച്ചിട്ടും ഇത് പിടിച്ചിട്ടൊക്കെ നിന്ന് ഞങ്ങളെ ഇടങ്ങാറാക്കുക. അത് കാണുമ്പോൾ മറ്റുള്ളൊരു കാണുന്ന ആൾക്കാരിങ്ങനെ നോക്കുക കേട്ടോ, എന്താ ഈ മക്കളിങ്ങനെ കാണിക്കണം കണ്ടിട്ടേ. നട്ട്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് കുറച്ച് നട്ട്സൊക്കെ മേടിച്ചു. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഉപ്പിലിട്ട സാധനത്തിൻ്റെ ഒരു സെക്ഷന്, അച്ചാറുകൾ ഒരു പല സെക്ഷന്, നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വേറെ ഐറ്റംസുകൾ, അങ്ങനെ പലതും ഒരുപാട് സാധനങ്ങൾ അവിടെ കാണാനുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ടൈം പോണതേ അറിയില്ല കേട്ടോ. ഈവനിങ് സമയത്തൊക്കെ കയറി കഴിഞ്ഞാൽ രാത്രി അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ തോന്നുള്ളൂ. അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ ഓഫേഴ്സ് നടക്കുന്ന സാധനം, ഇത് കുറച്ച് ഓഫർ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല മറ്റേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. ട്രോളി എടുത്തിട്ട് നടക്കുന്നത്, അവർക്ക് ട്രോളി വേണം. കാരണം ഹൈപ്പർ മാർക്കറ്റ് കയറിയാൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയാൽ ട്രോളി എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ആ ട്രോളി കൊടുത്തു കഴിഞ്ഞാൽ കുറേ ടൈം അങ്ങനെ പൊക്കൊളിച്ചിട്ടോ ട്രോളി കൊടുത്തത്. അതാണെങ്കിലും അവിടെ നടക്കുന്ന ആൾക്കാർ മേത്തൊക്കെ പോയിട്ട് ഇടിക്കുകയായിരുന്നു. അപ്പോൾ ആ ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുമ്പോൾ എനിക്കതൊരു രസം, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേക്കിൻ്റെ സെക്ഷനിൽ ഇരുന്നിട്ടൊന്ന് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവൻ്റെ കയ്യിൽ കൊടുക്കാത്തത് ആ ട്രോളി ഒന്നായിട്ട് മറിച്ചിടുന്നു വിചാരിച്ചിട്ട് അവൻ്റെ കയ്യിലൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഇതാട്ടോ മാളാട്ടോ. നല്ല പാർക്കിംഗ് ഉണ്ട്. എത്ര വണ്ടി വന്നാലും അവിടെ നിൽക്കാൻ പറ്റും, അത്രയും പാർക്കിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ടാവും മൊത്തം.
അതുകൊണ്ട് നമുക്ക് നല്ല സുഖമാട്ടോ, പോയിക്കാണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ക്ലിപ്പ്, ഞങ്ങൾ പിന്നെ പുറത്ത് പോയപ്പോൾ എടുത്ത ചെറിയ ക്ലിപ്പ്. പാർക്കിങ്ങിന് അവിടേക്ക് നടന്നു പോവാണ്. ഫുഡ് കഴിച്ച് ഇത്ര കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. പോണ വഴിയിൽ മോനിങ്ങനെ ഓരോ ശബ്ദം ഉണ്ടാക്കിയതൊക്കെ ഇതിൽ ആഡാക്കുന്നുണ്ട്.